നമുക്ക് ഇന്ന് രാത്രിയിലെ ദൈവ വചനത്തിനായിട്ട് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരും നീതാ ഞാൻ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരും നീതാ ഞാൻ. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്റെ സേവ ചെയ്തിടുവാൻ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്റെ സേവ ചെയ്തിടുവാൻ. എന്നിൽ നിൻ സ്വഭാവം പകരണേ പരനേ മഹാദയാ. എന്നിൽ നിൻ സ്വഭാവം പകരണേ പരനേ മഹാദയാ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവേ, അറിയിക്കാത്ത നന്മകളെ തന്ന് ഞങ്ങളെ എത്രത്തോളം നടത്തിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനം മുഴുവനും അങ്ങയുടെ മഹത്വത്തിനായി ജീവിപ്പാൻ, അങ്ങയുടെ സേവ ചെയ്യുവാൻ, അങ്ങയുടെ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാൽ ഇന്ന് രാത്രി വചനം വെളിപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 23-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. അതാണ് ഇന്ന് രാത്രിയിൽ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം. 1 കൊരിന്ത്യർ 9:23. സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളി, ഇതാണ് എന്റെ സന്ദേശം. നമ്മുടെ തീമുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിന് ഞാൻ ശ്രമിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങളും കൂടെ വായിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും
മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തും. ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വചനം വായിക്കണമെങ്കിൽ അതിനു മുകളിൽ രക്ഷാകരമായ ദൈവകൃപയെക്കുറിച്ച് വായിക്കണം. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അത് സൂര്യൻ ഉദിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥമാണല്ലോ വരുന്നത്. അപ്പോ ഉദിച്ചാൽ അതിനൊരു അസ്തമനവുമുണ്ട്. അപ്പൊ രക്ഷാകരമായ ദൈവകൃപയുടെ ഈ കൃപായുഗം വരുന്ന ദിവസങ്ങളിൽ അസ്തമിക്കുകയും ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അഥവാ അതിനോടുള്ള ബന്ധത്തിൽ നാം എന്താ ചിന്തിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്? രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പല കാര്യങ്ങളുണ്ട്, അത് രണ്ടാക്കാം. ഒന്ന്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കുക, നീതിയോടെ ജീവിക്കുക, ഭക്തിയോടെ ജീവിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ വിശുദ്ധ ജീവിതം എന്ന് പറയാം. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യമോ സുവിശേഷീകരണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യരും അറിഞ്ഞോ? ഇല്ല. അപ്പൊ സകല മനുഷ്യരെ അറിയിക്കേണ്ടത് ആരാണ്? അറിഞ്ഞവർ. സുവിശേഷം അറിഞ്ഞവർ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ സുവിശേഷം അറിയാത്തവർ എങ്ങനെ സുവിശേഷം കേൾക്കും? ഇനി ഗബ്രിയേല് ഇത് പറയില്ല, ഇനി മീഖായേൽ ഇതിന് വരില്ല. സുവിശേഷം അറിഞ്ഞവർ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ സുവിശേഷം അറിയാത്തവർ സുവിശേഷം അറിയുകയുമില്ല. കർത്താവിന്റെ മടങ്ങി വരവ് അല്പം കൂടെ നീളുകയും ചെയ്യും. ക്ഷമിക്കണം, അങ്ങനെ പറഞ്ഞത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെടണമെന്നുള്ള ഒരു സോഫ്റ്റ് ഹൃദയം കർത്താവിനുള്ളത് കൊണ്ട് ലോകത്തിന്റെ ദേശത്ത് തീയിടാമെന്ന് ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ ഒരു മനുഷ്യൻ നിന്നിടത്തോളം സമയം അങ്ങോട്ട് പോകാൻ വൈകി. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ഭാഗം വായിച്ചാൽ ദൈവം തമ്പുരാൻ ഇത്ര ചെറുതാണോ എന്ന് തോന്നി. അബ്രഹാം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചു. 50 പേര് അവിടെ ഉണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുക. 50 ഉണ്ടോ എന്ന് ദൈവത്തിന് അറിയാൻ പറ്റി? അറിയാം. ദൈവം പറയാം, ഓക്കെ. ഇങ്ങനെ ഒരാളൊന്ന് പറഞ്ഞു കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ അർത്ഥം. എന്റെ മെസ്സേജ് മനസ്സിലായോ? എന്റെ ദൈവമേ, ഈ പട്ടണത്തെ നശിപ്പിക്കരുതേ എന്ന് ഒരാള് പറയാൻ കൊതിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ ഹൃദയം കണ്ടോ? അത് പറഞ്ഞു കഴിഞ്ഞേച്ച് അബ്രഹാം അവിടെ ഇരുന്ന് കണക്കൂട്ടി നോക്കി 50 ഉണ്ടോ? ഇല്ല. പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി. കണക്കൂട്ടി നോക്കി, കാണുക. ലോകത്തിന്റെ കുടുംബത്തെ തന്നെ വിശ്വാസം. അപ്പൊ പിന്നെ ആരാളോ? അപ്പൊ പിന്നെ പുള്ളി കുറച്ച് കഴിച്ച് പൊടിയും വെണ്ണീറുമായതിന് ചോദിക്കാൻ തുനിഞ്ഞല്ല, കർത്താവേ ഒരു 5 കുറഞ്ഞാലോ? എന്ത് സിമ്പിളായി ദൈവം നമ്മളത് പറഞ്ഞ് ഹാർഡാക്കുക. ഓക്കെ, 5 ലേലം വിളിക്കുക. ഈ പുള്ളിക്കാരൻ പിന്നെ 10 കുറയ്ക്കുന്നു. 50-ൽ 5 കുറച്ചപ്പോ പൊടിയും വെണ്ണീറുവാന്ന് പറഞ്ഞ അബ്രഹാം പിന്നെ പൊടിയും വെണ്ണീറുവാന്നൊന്നും പറയാതെ ഒറ്റച്ചാട്ടം 30-20 ലേലം വിളിക്കുക. ദൈവം തമ്പുരാൻ, നീ എന്നെ അങ്ങനെ ചാടി താഴോട്ട് പോണെന്നൊന്നും ചോദിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ദൈവമേ വെയിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഈ ബൈബിളിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ ദേശം വിടുവിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ അവഗണിച്ചിട്ട് ഒന്നും ചെയ്യാൻ ദൈവത്തിന് കഴിയില്ല.
തമ്മിൽ പലരും കേട്ടുകൊണ്ടിരിക്കുന്നു. കാനഡ മുതൽ നടന്ന എല്ലാ മീറ്റിങ്ങുകളിലും ഇതായിരുന്നു സന്ദേശം. എല്ലാ മീറ്റിങ്ങിലും ലഭിച്ച അവസരത്തിൽ ഞാൻ സുവിശേഷീകരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. വിശുദ്ധീകരണവും സുവിശേഷീകരണവുമാണ് നമ്മുടെ ഉത്തരവാദിത്വം. കർത്താവിന്റെ വരവ് കർത്താവിന്റെ ഉത്തരവാദിത്വം. അത് കർത്താവ് ചെയ്യും, വരുവാനുള്ളവൻ വരും. എന്നാൽ നമ്മുടെ ജോലി വിശുദ്ധീകരണം, സുവിശേഷീകരണം. ഇതിൽ ഏതാ പ്രധാനം? ഏതാ പ്രധാനം എന്ന് ചോദിച്ചാൽ രണ്ടും പ്രധാനമാണ്. എന്നാൽ വിശുദ്ധീകരണത്തിന് ആരെങ്കിലും വരണമെങ്കിൽ സുവിശേഷീകരണം നടക്കട്ടെ. അത് വന്നവരെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ല, വന്നവർ ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴിവുള്ളവൻ അഴുക്കാടട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അശുദ്ധിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവൻ ആരെന്നെ പറഞ്ഞാലും തുടരും. അശുദ്ധൻ ഇനിയും അശുദ്ധനായിട്ട് തന്നെ തുടരട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. അത് പുറത്തുള്ളവരുടെ കാര്യമല്ല, അത് അകത്തുള്ളവരുടെ കാര്യം. വിശുദ്ധനാണ് കണ്ട് കൺഫ്യൂഷൻ ആകരുത്. ഇതാ ഞാൻ വേഗം വരുന്നത്. ഇങ്ങനെ വെളിപ്പാട് പുസ്തകം കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്ന് നിർത്തുന്നത് സുവിശേഷീകരണമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ മനസ്സും നമുക്ക് അതിലേക്ക് തിരിക്കാം. സുവിശേഷം അറിയാത്ത, യേശു രക്ഷകനെ പരിചയപ്പെടാത്ത, പരിശുദ്ധാത്മ ശക്തി അറിയാത്ത, കർത്താവിന്റെ വരവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, ഒന്നാം വരവ് പോലും കേട്ടിട്ടില്ലാത്ത ആളുകളുടെ നടുവിൽ രണ്ടാം വരവിനെ കുറിച്ച് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാം വരവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനത്തെ കുറിച്ച് ഭാരമില്ലാത്ത ഒരു മനുഷ്യൻ രണ്ടാം വരവിനെ കുറിച്ച് പാടാൻ എന്താണ് അർഹത? ഒന്നാം വരവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്ത മനുഷ്യരെ കുറിച്ച് ഒരു ഭാരവുമില്ലാത്ത ഒരാൾക്ക് രണ്ടാം വരവിനെ കുറിച്ചുള്ള പാട്ട് പാടാൻ എന്താണ് അർഹത? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവദൂതൻ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അങ്ങനെയെങ്കിൽ സുവിശേഷീകരണത്തിൽ നമ്മുടെ പങ്ക് എന്ന സന്ദേശത്തിലേക്ക് ഞാൻ ദൈവജനത്തെ ക്ഷണിക്കുന്നു. അതിനുവേണ്ടി നാം വായിച്ചതായ 1 കൊരിന്ത്യർ 9:15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷീകരണത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടാണ് പറയുന്നത്. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ആരെങ്കിലും മൈക്കിൽ കൂടെ വായിക്കാൻ കഴിയുന്നവർ 15, 16, 17 ഒന്നുറക്കെ വായിച്ചാൽ ഉപകാരം. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അത് ഞാൻ മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, എന്നാൽ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. എന്താ എന്റെ അർത്ഥം? എനിക്കത് മനസ്സിലാക്കി തരാൻ ഒരു ഉദാഹരണം പറയണമെന്നുണ്ട്. ഒരു ഉദാഹരണം 2 കൊല്ലം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. അത് പത്രവാർത്ത ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്തയാണ്. കൊല്ലം സൈഡിൽ ആണെന്ന് തോന്നുന്നു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വെക്കേഷന് പോവുക. തന്റെ ഭാര്യയും മക്കളെയും കൂട്ടി ഒരു അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ തന്റെ വയസ്സായ അമ്മയെ കാർ ഷെഡിൽ ഇറക്കി ഇരുത്തിയിട്ട് വീട് കൂട്ടിട്ട് പോയി.
അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പട്ടിണിക്കിരുന്ന് ഒരു ഞരക്കം കേട്ട് അയൽക്കാർ ചെന്നപ്പോ ചോദിച്ചു, എന്തു പറ്റി അമ്മച്ചി? മക്കൾ എവിടെ? മക്കൾ പുറത്തു പോയിരിക്കുക, വരുമായിരിക്കും. അമ്മ അവിടെ ഇരിക്കുകയാണ്. അവർ തളർന്നപ്പോൾ അയൽക്കാർ കൊണ്ടുവന്ന് കഞ്ഞി കൊടുത്തു. മിനിറ്റുകൾക്കുള്ളിൽ ചാനലുകാർ വിവരം. ചാനലുകാർ വന്ന് അമ്മയുടെ ഫോട്ടോ എടുത്തു, അമ്മയോട് സംസാരിച്ചു. വാർത്ത ലോകം മുഴുവൻ പരന്നു. വെക്കേഷന് പോയ പിള്ളേരെ പോലീസ് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്തു. രണ്ടാം ദിവസം 2 ദിവസം അമ്മയെ വിറ്റത്. എന്താ പ്രശ്നം? എന്നാ? ഒന്നുമില്ല, അമ്മയെ നോക്കിയില്ല. അപ്പൊ എന്റെ ചോദ്യം, 98% ആളുകൾ അമ്മയെ പൊന്നു പോലെ നോക്കി. അവരുടെ പടം പത്രത്തിൽ വന്നില്ല. അപ്പൊ പത്രത്തിൽ ഇറങ്ങി എന്നായിരുന്നു? കാർഷി ഇറങ്ങിയില്ല. ഇപ്പൊ ബാക്കി മനസ്സിലായോ? പറയാം. അമ്മയെ നോക്കിയിട്ട് സാക്ഷി പറയണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ 18 കൊല്ലമായിട്ട് അമ്മയെ നോക്കി പറയണ്ട. അമ്മയെ നോക്കേണ്ടതിന്റെ കടമയില്ല. നോക്കിയില്ലെങ്കിൽ അതൊന്നും ഇവിടുത്തെ കാര്യം എനിക്കറിയാം. സുവിശേഷം അറിയിച്ചാൽ അത് കൂടെ സാക്ഷി പറയുന്നുണ്ട്. അതിന് കടമ. ഞാൻ അവിടെ ചെയ്തു, ഞാൻ ഇവിടെ ചെയ്തു. നീ ചെയ്തില്ല പിന്നെ ആര് ചെയ്യും? അതങ്ങനെ കൂടെ ഫോട്ടോ എടുത്തിടണ്ട. ഇത് ഫോട്ടോ ഇടാൻ വേണ്ടിയാ ചെയ്യുന്നത്. അല്ല, ഇതിന്റെ കടമയാണ്. സുവിശേഷം അറിയിച്ചു. എവിടെ അറിയിച്ചു? ഞാൻ എവിടെ അറിയിച്ചു? അറിയിച്ച കാര്യം പറയണ്ട, അറിയിക്കാത്ത സ്ഥലം എന്ന് പറഞ്ഞു. അമ്മയെ നോക്കിയ കാര്യം പറഞ്ഞോളണ്ട. നോക്കിയില്ലേ പറയും. നീ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ കഷ്ടം. ഇതുപോലെ കഷ്ടം നടന്നില്ലെന്ന പോലെ കഷ്ടം നടന്നില്ല. സത്യത്തിൽ എന്താ ഇതിന്റെ പ്രശ്നം? സുവിശേഷം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. അതായത് സുവിശേഷം എന്താണെന്ന് അറിയണമെങ്കിൽ കുരിശിലെ കള്ളനോട് ചോദിച്ചാൽ മതി. കുരിശിലെ കള്ളനെ അവൻ ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കുരിശനെ ഇറക്കി വിടുക എന്നുള്ളതാണ്. ഭൂമിയിൽ ഒരു മനുഷ്യനോ ഒരു സുപ്രീം കോടതി ജഡ്ജോ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റോ അവനോട് മനസ്സലിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, സുപ്രീം കോടതി ജഡ്ജോ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റോ അവനോട് മനസ്സലിഞ്ഞാൽ അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഉപകാരം അവനെ കുരിശനെ ഇറക്കി വിടുക എന്നുള്ളതാണ്. എന്നാൽ സുവിശേഷം അവന് വേണ്ടി ചെയ്തത് കുരിശനെ ഇറക്കി വിടുകയല്ല, അവനെ പർദീസയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക ചെയ്തത്. സ്തോത്രം. കുരിശൻ ഇറക്കി വിട്ടാലും അവന്റെ പേര് കള്ളനെന്ന്. കുരിശൻ ഇറക്കി വിട്ടാലും അവന് സമൂഹത്തിൽ വിലയൊന്നുമില്ല. എന്നാൽ ദൈവപുത്രൻ അവന് കൊടുത്തത് വിശുദ്ധന്മാരോട് കൂടെയുള്ള പദവിയാണ്. അല്ല, അതിലും കൂടുതലാണ്. ദൈവപുത്രനോട് കൂടെ ഇരിക്കുവാനുള്ള അവകാശം അവന് കുരിശെന്ന് കൊടുത്തു. അപ്പൊ കുരിശിൽ നിന്നൊരുത്തനെ പർദീസയിലേക്ക് പ്രമോട്ട് ചെയ്യുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും തകർന്നവർക്ക് സുവിശേഷം ഏറ്റവും എഫക്ട് ചെയ്യുന്നത്, ഏറ്റവും കലങ്ങിയവർക്ക് സുവിശേഷം എഫക്ട് ചെയ്യുന്നത്, ഏറ്റവും കണ്ണുനീരിൽ കിടക്കുന്നവർക്ക് സുവിശേഷം വേഗം എഫക്ട് ചെയ്യുന്നത് അവിടെയാണ് എത്തിക്കേണ്ടത്. അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പൗലോസ് പറയുന്ന വചനം നമുക്ക് മനസ്സിലാക്കാം. ധൃതി പിടിച്ചാൽ പറ്റത്തില്ലല്ലോ. ആ വാക്ക് നമുക്ക് ധ്യാനിക്കാം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന്, സുവിശേഷത്തിൽ ഒരു പങ്കാളി. വലിയ വലിയ കമ്പനികളിൽ നമുക്ക് ഷെയർ കിട്ടും, പക്ഷെ പൈസ കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന തുകയ്ക്ക് അനുസൃതമായ ഷെയർ നിങ്ങൾക്ക് കിട്ടും. തത്തുല്യമായ പങ്കാളിത്തം.
സുവിശേഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും ദൈവം തമ്മിലെ മുടക്കിയതാണ്. നമുക്കിതിനകത്ത് പങ്കാളിത്തം തരാമെന്ന് പറയും. പങ്കാളിത്തം, ഷെയർ, ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും ദൈവം ചെയ്യും. ദൈവം എന്തൊക്കെ ചെയ്തു? 4 കാര്യം പറയാം. ദൈവം എന്തൊക്കെ സുവിശേഷത്തിന് വേണ്ടി മുടക്കി. ഒന്ന് പെട്ടെന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആമേൻ. നമുക്ക് ഇങ്ങനെ അതിനെ മനസ്സിലാക്കുകയും കടലാസിൽ എഴുതുകയും ചെയ്യാം. ദൈവം സുവിശേഷത്തിന് വേണ്ടി തന്റെ ഏക പുത്രനെ നൽകി. അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി നൽകി. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. അവനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിന് വേണ്ടി നൽകി. അതിലൂടെ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് ദൈവം തെളിയിക്കുന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിന് നൽകി. രണ്ടാമത്തെ കാര്യം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു ഇതിനു വേണ്ടി എന്ത് ചെയ്തു? എന്താണ് യേശു ഇൻവെസ്റ്റ് ചെയ്തത്? തന്നെ തന്നെ കൊടുത്തു. തന്നെ തന്നെ കൊടുത്തു. പിതാവ് പുത്രനെ നൽകി എന്ന് പറയുമ്പോൾ പുത്രൻ ഒരു വ്യക്തിയാണ്. പുത്രൻ തന്റെ വ്യക്തിത്വത്തിൽ ഒട്ടും കുറവുള്ളയാളല്ല. കൊച്ചു ദൈവമല്ല, കുട്ടി ദൈവമല്ല. അവൻ ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്നതും ദൈവത്തോട് കൂടെയിരുന്നതും ദൈവമായതുമായ വചനം ജഡമെടുത്തതാണ് കാലിത്തൊഴുത്തിൽ കാണുന്ന ആ ശിശു. അവിടെ യേശുവിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. യേശു പിതാവിന്റെ ഹിതത്തിന് ഒട്ടും എതിരി നിൽക്കാതെ സമർപ്പിച്ചു കൊടുത്തു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വമനസാലെ തന്നെ താൻ താഴ്ത്തി ദാസരൂപം എടുത്തു. വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവ് തന്നെ മുഴുവനായി ഈ സുവിശേഷത്തിനായി തന്നു. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പിതാവ് പുത്രനെ നൽകി, പുത്രൻ തന്നെ തന്നെ നൽകി. മൂന്നാമത്തെ മുടക്ക് യെശയ്യാവ് 53:10. യെശയ്യാവ് 53:10. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മതി. പിതാവായ ദൈവം പുത്രനെ നൽകുക മാത്രമല്ല ചെയ്തത്, പിതാവായ ദൈവം തന്നെ പുത്രനെ തകർത്തു. പീലാത്തോസ് അല്ല, റോമൻ ഗവർണർ അല്ല, പട്ടാളക്കാരല്ല, തന്റെ സ്വന്തം അപ്പനാണ് അവനെ തകർത്തതെന്ന സത്യം എത്ര പേർക്കറിയാം? ആ ആണി അടിച്ചതാര്? പിതാവായ ദൈവം. ആ മുൾക്കിരീടം വെച്ചതാര്? പിതാവായ ദൈവം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സ്തോത്രം. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി ശരീരയാകത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമാണ് ദൈവത്തിന്റെ വചനം. അവനെ തകർത്തളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടത്തിൽ നാം ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എത്ര മനോഹരമാണ്. സുവിശേഷം എത്ര കാതലായതാണ്. സുവിശേഷം മനുഷ്യന്റെ ആശയമല്ല. സുവിശേഷം
ആരോ സാഹിത്യകാരന്മാർ എഴുതിയ കഥയല്ല. സുവിശേഷം അതിനപ്പുറത്തൊരു മെസ്സേജ് ഇല്ല, അതിനിപ്പുറത്തൊരു മെസ്സേജ് ഇല്ല, അതിനോട് കൂട്ടാൻ ഒന്നുമില്ല, അതിൽ നിന്ന് നീക്കാൻ ഒന്നുമില്ല. അത് മാത്രമേ മനുഷ്യനെ രക്ഷിക്കൂ. സ്വതന്ത്രം 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 സ്വതന്ത്രം. അവനെ തകർത്തു, അവനെ തകർത്തു. നാലാമത്തെ ഇൻവെസ്റ്റ്മെന്റ് അപ്പോസ്തല പ്രവൃത്തികൾ 1:6. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. നാലാമത്തേത് പരിശുദ്ധാത്മാവിനെ തന്നു. സുവിശേഷത്തിന് വേണ്ടി മാത്രം തന്നു. സുവിശേഷത്തിന് വേണ്ടി മാത്രം. കൊച്ചിയിൽ നിന്ന് ഡാളസിലോട്ട് വരുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ നല്ല ഭക്ഷണം. പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരും പ്ലെയിനിൽ കയറുന്നില്ല. നല്ല ഭക്ഷണമാണ്, അതിനകത്ത് കയറിയാലോ പറ്റിയത്. പരിശുദ്ധാത്മാവിനെ കിട്ടിയത് പല കാര്യം നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അല്ല പരിശുദ്ധാത്മാവിനെ തന്നു. പാട്ടുപാടാൻ നല്ല രസമാട്ടോ ഈ പരിശുദ്ധാത്മാവുണ്ട്. പാട്ടുപാടാനല്ല പരിശുദ്ധാത്മാവിനെ തന്നു അല്ല, പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ ഉദ്ദേശം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:8. ഒന്നുകൂടെ വായിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ സാക്ഷികളാവും. സുവിശേഷത്തിന് വേണ്ടി തന്നതാ ഹോളി സ്പിരിറ്റ്. സുവിശേഷം അറിയിക്കാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് വലിയ പ്രയോജനം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്ന പാട്ട് പാടിയാൽ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഉണ്ടാകുകയില്ല. ആദ്യ നൂറ്റാണ്ടിലെ പോലെ സുവിശേഷം അറിയിച്ചാൽ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഉണ്ടാവും. സുവിശേഷം അറിയാത്ത സ്ഥലത്തേക്ക് പോയാൽ അത്ഭുതങ്ങൾ മാലപ്പടക്കം പോലെ വരുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അത്ഭുതങ്ങൾ നടക്കും. രോഗികൾ സൗഖ്യമാകുന്നത് കാണാം. പക്ഷെ വിശ്വാസികളുടെ ഇടയിൽ അത് എപ്പോഴും നടക്കുകയില്ല. നടക്കേണ്ട കാര്യമില്ല. വിശ്വാസികളുടെ ഇടയിലെ രോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വരുന്നതല്ലല്ലോ, ശുദ്ധീകരണത്തിനായിട്ട് വരുന്നതല്ലേ, സഭയെ ഉണർത്താൻ വേണ്ടി ദൈവം തരുന്നതല്ലേ. പ്രാർത്ഥിക്കാനും താഴാനും തകരാനും ഉപവസിക്കാനും ദൈവം തരുന്ന സിഗ്നലാണ്. എന്നാൽ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ച പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. കൈ തൊട്ടാൽ രോഗികൾ സൗഖ്യമാകും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വേണമെങ്കിൽ സുവിശേഷം അറിയിക്കും. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുന്നതിന്റെ സ്നേഹിതൻ പറഞ്ഞത്, ഒരു എരുമ സുഖമില്ലാതെ കിടക്കുന്ന ഒരു എരുമ സുവിശേഷകന്മാര് കവലയിൽ കാഴ്ച കൊടുത്തപ്പോൾ ചോദിച്ചു, യേശു രോഗിയുടെ സൗഖ്യം ഞങ്ങൾക്ക് ഒരു രോഗിയുണ്ട്, പ്രാർത്ഥിക്കാമോ? ഇവരിത് ഗൗരവം അറിഞ്ഞില്ല ഇത്ര ഉണ്ടെന്ന്. ചെന്നപ്പോ ഒരു വലിയ എരുമ കിടക്കുന്നു. ഇതാ രോഗി. സഹോദരന്മാരാകെ ഒന്ന് പരിഭ്രമിച്ചു. അവരുടെ ടീം ലീഡർ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അവർ വട്ടം നിന്ന് കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ആമേന്ന് പറഞ്ഞ് പെരുമ ചാടി എഴുന്നില്ല. 10-15 ലിറ്റർ പാലിറക്കുന്ന എരുമ അവരുടെ ജീവിതത്തിന്റെ ആകെ വരുമാനമാണ്. അപ്പൊ നമ്മൾ സംശയം ചോദിക്കും, എരുമ സ്നാനപ്പെട്ടോ? ചോദിക്കരുത്, ക്ഷമിക്കണം. ആ വാക്ക് പറഞ്ഞ് ക്ഷമിക്കണം. 63 പേര് ആ ഗ്രാമത്തിൽ നിന്ന് സ്നാനപ്പെട്ടു. എരുമ വിട്ടേ, അതല്ല ഇവിടുത്തെ വിഷയം. അവന്റെ വിഷയം എന്തോ അതിന് ദൈവം മറുപടി കൊടുത്തു. എന്തിനാ? സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ. പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാവും. സുവിശേഷത്തിന് വേണ്ടിയുള്ളതെല്ലാം ദൈവം ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിനകത്ത് പങ്കാളിത്തം തരിക. എന്നാൽ നമുക്ക് ഈ പങ്കാളിത്തം തരുമ്പോ അതിന്റെ ലാഭവിധം കൂടെ തരണ്ടേ? അതാ ഭാഗ്യകരമായ വ്യത്യാസം. നാം പ്രതിഫലം മേടിക്കും നിശ്ചയമാണ്. എന്നാൽ ഇതിനകത്ത് നമ്മുടെ
ക്ലിയർ ചെയ്യാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ട അനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വാക്യമാണ് 24-ാം വാക്യം. അതോടെ പറയുമ്പോൾ നമ്മുടെ സമയം ഏറെക്കുറയാകും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, സഭയ്ക്ക് വേണ്ടിയുള്ള, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായി ഉള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ചോദ്യം 1, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടോ? ചോദ്യം 2, ആ കുറവുണ്ടെങ്കിൽ അത് മനുഷ്യന് പൂരിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് ഈ വാക്യത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്താ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത്? ഒരു കുറവുമില്ല. ക്രിസ്തുവിന്റെ കഷ്ടത പൂർണ്ണതയുള്ളതാണ്. കുരിശിൽ വെച്ച് യേശു പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ്. അവിടെ ഒന്നും ബാക്കി കിടപ്പില്ല. പിന്നെ എന്താ ഈ കുറവുള്ളത് പൗലോസ് പൂരിപ്പിക്കുന്നത്? അതാ നമ്മുടെ ദൗത്യത്തിലേക്ക് നമ്മെ നടത്തുന്ന സന്ദേശം. സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷത്തിൽ പാപമോചനമുണ്ട്, സുവിശേഷത്തിൽ രോഗശാന്തിയുണ്ട്, സുവിശേഷത്തിൽ അത്ഭുതങ്ങളുണ്ട്, സുവിശേഷത്തിൽ വിടുതലുണ്ട്. പക്ഷേ പ്രസംഗിക്കപ്പെടാത്ത സുവിശേഷത്തിൽ ഒന്നുമില്ല, യാതൊന്നും. പ്രസംഗിക്കപ്പെടാത്ത സുവിശേഷം നിർജീവമാണ്. അതാ കുറവ്. ഒരു മനുഷ്യൻ ഇത് തന്റെ വാ കൊണ്ട് പറയുമ്പോൾ മാത്രമേ അത് ദൈവശക്തിയായി വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. പ്രസംഗികന്റെ പാണ്ഡിത്യമല്ല, അവൻ വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ ദൈവശക്തി അവിടെ വ്യാപരിക്കുകയാണ്. സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അധ്വാനം കുറവുള്ളത് എന്ന് പൗലോസ് ഉദ്ദേശിച്ച ആശയം ഇങ്ങനെ വ്യക്തമാക്കാം: ഞാനും നിങ്ങളും സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ സുവിശേഷം ശക്തിഹീനമാണ്. പ്രസംഗിക്കപ്പെടാത്ത സുവിശേഷം വർക്ക് ചെയ്യുന്നില്ല. അത് രോഗിയെ സൗഖ്യമാക്കുന്നില്ല, അത് പാപിയെ രക്ഷിക്കുന്നില്ല, അത് ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത് രൂപാന്തരങ്ങൾ വരുത്തുന്നില്ല. കൊലോസ്യർ 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ മനോഹരമായ ഒരു പദം കാണാം. ആ സുവിശേഷം 6-ാം വാക്യം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. എങ്ങനെ എത്തി? പറന്നു വന്നതല്ല. എപ്പഫ്രാസ് എന്ന ഉപദേശി സുവിശേഷവുമായി കൊലോസിയിൽ എത്തിയില്ലെങ്കിൽ സുവിശേഷം കൊലോസിയിൽ എത്തുകയില്ല. സുവിശേഷത്തിന് കാലില്ല, കാറുമില്ല, കൈയുമില്ല, കണ്ണുമില്ല. സുവിശേഷത്തിന് കാലില്ല, കാറില്ല, കൈയില്ല, കണ്ണില്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കും കാലുണ്ട്, കാറുണ്ട്, കൈയുണ്ട്, കണ്ണുണ്ട്. പക്ഷെ കണ്ണുണ്ടായാൽ പോരാ, കാണണം. യേശുവിനെ പോലെ കാണണം. അവൻ പുരുഷാരത്തെ ചിന്നിയവരും ചിതറിയവരും പീഡിക്കപ്പെട്ടവരും ചൂഷണത്തിന് വിധേയരായവരും തകർക്കപ്പെട്ടവരുമായി കണ്ടു. യേശു ജനത്തെ കണ്ടത് അവരുടെ ബെൽറ്റ് നല്ലതാണ്, ഷൂ തരക്കേടില്ല, ആ ലെവലിലല്ല കണ്ടത്. അവർക്ക് ഒരു ആത്മീക ഇടയിലില്ല, അവർക്ക് ആത്മീക വെളിച്ചം കൊടുക്കാൻ ആളില്ല. അവരെ പിശാച് ചൂഷണം ചെയ്തിരിക്കുന്നു, അവർ തകർക്കപ്പെട്ടിരിക്കുന്നു.
അവർ ചിതറിയവരായിരിക്കുന്നു, അവർ ചിന്നിയവരായിരിക്കുന്നു, അവർ അടിമകളായിരിക്കുന്നു, അവർ അനാഥരായിരിക്കുന്നു. യേശു കണ്ടിട്ട് പറഞ്ഞു, പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു കാണുന്നത് പോലെ കാണുവാൻ നമ്മുടെ കണ്ണുകളിൽ ഇന്ന് രാത്രി ഒരു സ്പർശനം ഉണ്ടാകട്ടെ. യേശു കുഷ്ഠരോഗിയെ, കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യനെന്നാണ് ലൂക്കോസ് എഴുതുന്നത്. മറ്റു സുവിശേഷകന്മാർ കുഷ്ഠരോഗി എന്ന് എഴുതിയപ്പോൾ ലൂക്കോസ് എഴുതിയത് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്ത വിധം കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടിട്ട് യേശു അവനെ ചേർത്ത് പിടിച്ചു. അവൻ ശരീരത്തിൽ സൗഖ്യമാകുന്നതിന് മുമ്പ് അവൻ മനസ്സിൽ സൗഖ്യം പ്രാപിച്ചു. ഒരിക്കൽ പോലും ആളുകൾ അംഗീകരിക്കാത്ത ആളുകളെ അംഗീകരിക്കാൻ ഈ ലോകത്തിൽ തയ്യാറായത് മിഷണറിമാർ മാത്രമാണ്, സുവിശേഷകന്മാർ മാത്രമാണ്. യേശുവിന്റെ കൈ ഇന്ന് സുവിശേഷകന്റെ കൈയാണ്. സുവിശേഷത്തിന് കാലില്ല, പക്ഷെ നമുക്ക് കാലുണ്ട്. സുവിശേഷത്തിന് കാശില്ല, നമുക്ക് കാശുണ്ട്. സുവിശേഷത്തിന് കാറില്ല, നമുക്ക് കാറുകളുണ്ട്. അങ്ങനെയാ സുവിശേഷം കൊലോസിയിലെത്തി. എങ്ങനെ എത്തി? ഒരു സുവിശേഷകൻ എത്തിയത് കൊണ്ട് എത്തി. സുവിശേഷം ഇന്നും എത്തുന്നില്ല. വികലാംഗനെ പോലെ, യാത്ര ചെയ്യാൻ കഴിയാത്തവനെ പോലെ സുവിശേഷം അവിടെ ഇരിക്കുക. ആരെങ്കിലും എന്നെ ഒന്ന് എടുത്തോണ്ട് പോകുമോ? ആരെങ്കിലും ഈ വാക്കൊന്ന് വിളിച്ചു പറയുമോ? പറഞ്ഞാൽ വിടുതൽ നടക്കും, പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ നടന്ന അതേ വ്യത്യാസം അനേക കുടുംബങ്ങളിൽ നടക്കും. ആരെങ്കിലും ഇതുമായിട്ട് പോയാൽ കുറവായുള്ളത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാം, അതിനുവേണ്ടി ഞാൻ പീഡനം സഹിക്കാം, അതിനുവേണ്ടി ഞാൻ നടക്കാം, അതിനുവേണ്ടി ഞാൻ പോകാം, അതിനുവേണ്ടി ഞാൻ കരയാം, അതിനുവേണ്ടി ഞാൻ മുടക്കാം. എനിക്ക് എന്റെ പേര് വെളിയിൽ വരിക എന്നുള്ളതല്ല ലക്ഷ്യം. എന്റെ പേര് വെളിയിൽ വരിക എന്നുള്ളതല്ല. സുവിശേഷം ആളുകൾ അറിയട്ടെ, സുവിശേഷം മനുഷ്യരുടെ എത്തട്ടെ. സുവിശേഷത്തിൽ നമുക്കൊരു പങ്കാളിയാകാം. ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. നിന്റെ കയ്യിലുണ്ടെങ്കിൽ യേശു പറയുന്നു, അത് ഒന്ന് നീട്ടാമെങ്കിൽ ഞാൻ രോഗിയെ സൗഖ്യമാക്കാം. വിശ്വസിച്ചുകൊണ്ട് നീ കൈവയ്ക്കാമെങ്കിൽ ഞാൻ സൗഖ്യമയക്കാം. വിശ്വസിച്ചുകൊണ്ട് നീ വാദമെന്ന് പറയാമെങ്കിൽ ഞാൻ പാപിയെ രക്ഷിക്കാം. വിശ്വസിച്ചുകൊണ്ട് നീ കാലെടുത്ത് വെക്കാമെങ്കിൽ കാല് വെക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരാം. വിശ്വസിച്ചുകൊണ്ട് നീ പൈസ മുടക്കാമെങ്കിൽ അത് 100 മടങ്ങായി ആത്മാക്കളായി ഞാൻ തിരികെ നിനക്ക് തരാം. അപ്പോൾ ഭാഗ്യകരമായ പ്രത്യാശയുടെ നാളിൽ നിനക്ക് പ്രതിഫലങ്ങൾ എണ്ണി മേടിക്കാം, നിനക്ക് സന്തോഷിക്കാം. സുവിശേഷത്തിനായി ഒരു പങ്കാളിയാകാൻ ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കും? ഒരു പങ്കാളി. ചർച്ചിൽ വന്ന് പാട്ടുപാടി കർത്താവെ വരണമേ എന്ന് പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോ വിശ്വാസിയും സുവിശേഷീകരണത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഇന്ന് രാത്രി ഗൗരവത്തോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് പറയുന്നു. യേശു കാണുന്നത് പോലെ കാണുവാൻ നമ്മുടെ കണ്ണു തുറക്കട്ടെ. ക്രിമിനൽ വാർത്തകൾ വായിക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? അയ്യോ, അവനോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ അവന് മാറ്റം വന്നേനെ. എത്ര കുറ്റവാളികളെ സുവിശേഷം രൂപാന്തരപ്പെടുത്തി. സ്തോത്രം. ഞങ്ങളുടെ ദേശത്ത് പിറവത്ത് ജയിലിൽ നിന്ന് വന്ന സഹോദരന്മാരുടെ ഒരു ടീമുണ്ട്. 10-13 പേര് ജീവപര്യന്തം തടവുകാരാണ്. ഞാൻ അവരോടൊത്ത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ടൗണുകളിൽ എല്ലായിടത്തും ഇല്ല, ചിലയിടത്തൊക്കെ ഞാനും പ്രസംഗിച്ചു, മറ്റു പലരും പ്രസംഗിച്ചു. ഒരു മൈസാക്ഷനും കിട്ടാത്ത മലപ്പുറത്തും കണ്ണൂരും ഒക്കെ ഇവർക്ക് കിട്ടും. കാരണം ഇവരെ അറിയാത്തവരാരാണ്. അഥവാ ആരെങ്കിലും തടഞ്ഞാൽ അവരെന്തോ ഒരാളെ വിളിച്ച് ചെവി പറയും, അതോടെ വിഷയം കിട്ടും. എന്നാ പറഞ്ഞത് ഇതുവരെ പാലാരിവട്ടത്ത് കൊണ്ടത് മൈക്ക് കിട്ടിയപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ നടത്താനൊക്കെ തോന്നുന്നു. 2-3 പ്രാവശ്യം വിനയമായിട്ട് പറഞ്ഞു,
പറ്റില്ല തീർത്ത് പറഞ്ഞപ്പോ ഇതിന്റെ ലീഡർ പറ്റില്ലെന്ന് പറഞ്ഞ ആളെ വിളിച്ച് മാറ്റി ചെവിയിൽ ഏതാണ്ട് പറഞ്ഞു. പുള്ളി പറഞ്ഞ് നടത്തിക്കോളാം, ചായയും കൂടെ മേടിച്ചു തരാം. എന്നാ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. അത് ഭാഷ അറിയുന്നു. ഇത്ര ശക്തി സുവിശേഷത്തിനുണ്ടല്ലോ. അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി. അയാൾ ഞടുങ്ങിപ്പോയി. നടത്തിക്കോളാം, നടത്തിക്കോ, നടത്തിക്കോ, നടത്തിക്കോ. ഇത്ര പവർഫുൾ സാധനം എന്റെ മൊത്തത്തിൽ ഇരിക്കില്ല. അടച്ചു വെച്ചോ. ഇത്ര പവറുള്ള സാധനം അടച്ചു വെച്ചിരിക്കുകയാണ്. പ്രസംഗിക്കപ്പെടാത്ത സുവിശേഷം എന്തിനുള്ള ജീവിതകാലം കൂടെ സങ്കീർത്തനം വായിച്ച് ദൈവം നല്ലവനാണെന്ന് പറയാൻ അമ്മ വിളിച്ചതാ. യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു, അവൻ മടങ്ങി വരുന്നു എന്ന് ലോകത്തെ അറിയിക്കേണ്ടത് ഞാനാണ്, നീയാ. കണ്ണുകളടയ്ക്കും. മലയാള പാട്ട് പാടുന്ന സഹോദരന്മാർ ദൈവം മുന്നോട്ട് പോകുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടെ കണ്ണുകളടച്ച് എഴുന്നേറ്റ് നിൽക്കാം. പോകുന്ന പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ എന്നുള്ള പാട്ട് കരങ്ങളടിച്ച് ചേർന്ന് പാടാം. ദയവായി 2-3 മിനിറ്റ് മുമ്പോട്ട് പോയി ക്ഷമിക്കണം. കണ്ണുകളടച്ച് കൈകളടിച്ച് ചേർന്ന് പാടാം. പോകുക നാം പോർവീരരായി